ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങളെ ഹാമക്ക് കെട്ടി ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ വന്നെത്തിയത് ഒരു പുലിമടയിൽ. പുലിമട അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കാലാപാനി സിനിമ അല്ലേ കാലാപാനി സിനിമയിൽ അതേ ലൊക്കേഷൻ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ടെൻറ്റും കൂടി വേണമായിരുന്നു. ടെൻ്റ് എടുത്ത് ചെയ്യണം അല്ലേ? അപ്പം ഞാനും അവനെന്തായാലും ടെൻ്റ് എടുത്തിട്ട് വരുന്ന പറയണേ. എന്തായാലും ടെൻ്റ് വെച്ച് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ആമക്കൊന്നും കെട്ടാൻ പറ്റില്ല അല്ലേ? നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണ്. നമ്മൾ സംസാരിക്കണ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. എന്തായാലും നമ്മളെ പരിപാടി തുടങ്ങാം അല്ലേ? എൻ്റെ പൊന്നെ, അടിപൊളി സ്ഥലം. എന്താ സ്ഥലം എന്നറിയോ? പക്ഷെ ഇവിടെ ടെൻ്റൊക്കെ വെച്ച് 2-3 ദിവസം ക്യാമ്പ് ചെയ്യണം. നമ്മളതേ ഡ്രോണൊക്കെ കൊണ്ടുവന്നുണ്ട്. പക്ഷേ ഡ്രോണൊന്നും പറത്താൻ പറ്റില്ല, അതുപോലെ കാറ്റാ. നമ്മൾ ശരിക്കും ഇവിടെ ക്യാമ്പ് ചെയ്യാനല്ല വന്നത് കേട്ടോ. നമ്മൾ ഒരു നിഗൂഢമായൊരു സ്ഥലത്തേക്ക് ക്യാമ്പ് ചെയ്യാനാണ് വന്നത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ ഈ സ്ഥലം കണ്ടപ്പോഴേ എന്തായാലും ഇവിടെ കുക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും ആമക്കും കൊണ്ടാണ് വന്നത്. ശരിക്കും ഇവിടെ ടെൻ്റാണ് വേണ്ടത്. നമ്മൾ ഈ സ്ഥലം, ഇങ്ങനൊരു സ്ഥലം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇവിടെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാളെ നമ്മൾ ഒരു കൊലപാതകം നടന്നൊരു വീട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. അത് നമ്മുടെ മാഹിക്കാരൻ്റെ നിർബന്ധം കേട്ടോ. അതായത് ഒരുപാട് നാൾ കൊണ്ട് ആളുകളൊന്നും കയറാത്തൊരു വീടാണ്, ഒരു കാടിൻ്റെ ഉള്ളിലാണ്. അതിനകത്ത് ഒരാളെ കൊലപ്പെടുത്തിയൊരു വീടാണ്. അതിപ്പോൾ അവിടെയൊക്കെ പോയി കിടക്കണം എന്ന് അവൻ പറയുന്നത്. എന്തായാലും നോക്കാമല്ലേ? എന്തായാലും നമ്മൾ ഫുഡിനുള്ള പരിപാടി സെറ്റാക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. കുറേ നാളായി നമ്മൾ ക്യാമ്പിങ്ങിലൊക്കെ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ബിരിയാണിയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കെന്തായാലും ചിക്കൻ ആദ്യം ഒന്ന് കഴുകിയെടുക്കാം അല്ലേ? നമ്മൾ കഴുകുന്ന വെള്ളം ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ അടുത്ത് വേറെ വെള്ളമുണ്ട്, എങ്കിലും ഇത് നല്ല തെളിഞ്ഞ നല്ല മഴവെള്ളമാണ്. അപ്പോൾ ഇതിലാണ് കഴുകുന്നത് കേട്ടോ. നമ്മുടെ ചിക്കൻ തൽക്കാലം ഈ ഒരു പാത്രത്തിനകത്തോട്ട് ആക്കി വെക്കാം അല്ലേ? ഇനി നമ്മുടെ അരി എടുക്കണം. അരി അളന്നാണ് എടുക്കേണ്ടത്. നമുക്ക് ഗ്ലാസ്സിനകത്ത് അളന്നെടുക്കാം. ഒന്ന്, അത് മതി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.25 ഗ്ലാസ് അരി എടുത്തു. ഇനി അതൊന്ന് കഴുകാം. ഇനി അതുപോലെ തന്നെ നമ്മൾ വെള്ളം കൂടെ അളന്നങ്ങ് ഒഴിക്കുകയാണ്.
എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. അരിയുടെ മേളിൽ നമ്മൾ ഇറച്ചിയിട്ടു. ഇറച്ചിയുടെ മേളിൽ ദേ ചിക്കൻ മസാല ഇടുകയാണേ. ഇത് ചെറിയ പാക്കറ്റാണ്, അതുകൊണ്ട് ഇത് മൊത്തം അങ്ങ് ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം. മഴ വരുന്നുണ്ടല്ലോ, ചെറുതായിട്ട് മഴ വീഴുന്നുണ്ട്. ഈ സാധനങ്ങൾ ഡ്രോൺ ഉണ്ട് നനയാതെ നോക്കണം. അതോ ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ട്, അത് ശകലിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കുക്കർ അടച്ച് വെച്ചാൽ സംഭവം സെറ്റ്. ഓ, നമ്മുടെ സ്റ്റൗവൊക്കെ നോക്ക്. എന്നാൽ മഴയത്ത് എടുത്ത് വെച്ചാൽ പിന്നെ എടുത്ത് നോക്കിയിട്ടില്ല, തുരുമ്പായി. ഇതുണ്ടോ, നമുക്ക് കുറച്ച് അങ്ങോട്ട് വെക്കാം അല്ലേ. അപ്പം നമ്മുടെ ബിരിയാണി നമുക്ക് ഇവിടെ തന്നെ വെക്കാം അല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? ഒരു രക്ഷയില്ല. നമ്മളെ ബിരിയാണി ഇപ്പോൾ റെഡി ആവും കേട്ടോ. അപ്പാരെ ഭംഗിയെ ബിരിയാണി ഇപ്പോൾ റെഡി ആവും. ടെന്റ് കൊണ്ടുവന്നാൽ മതി. മറ്റേ പ്ലാൻ ആയതുകൊണ്ടാണ് പറ്റിയത്. അതാ ടെൻറ്റും കൂടി വരികയാണെങ്കിലേ ടെൻറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലേ. സെറ്റപ്പ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ദിവസം തങ്ങാട്ടോ. എന്താ കാറ്റ് നോക്ക് നീ. സ്ഥലം, വെള്ളത്തിന് വെള്ളമുണ്ട്. പെട്ടെന്നൊരു മഴയും പെട്ടെന്നൊരു വെയിലും. അല്ല, വെള്ളത്തിനൊരു ക്ഷാമം ഇല്ലല്ലോ ഇവിടെ. 2 ദിവസം തങ്ങിയാലും കുഴപ്പമില്ല. കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടേ ടെൻറ്റ് കൊണ്ടിരണം. അതെ, ടെന്റ് കൊണ്ടുവന്നിട്ട് അതാക്കിയല്ലോ നമുക്ക് പ്ലാൻ ചെയ്തല്ലോ. ആ, ചെയ്യാം. എന്നിട്ട് അടിപൊളിയായിട്ട് മഴ നനയാതെ ഒരു ഷെഡ് കിട്ടുക അല്ലേ. ഓക്കെ, പ്ലാൻ ചെയ്തോ. നമ്മൾ റെഡി. ഞാനും റെഡി. എന്തായാലും ബിരിയാണി ആവട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ. ഇവിടെ അല്ലേ. ആ റൈസ് ഓക്കെ ആവോ? ഓ, ആവുന്ന വിചാരിക്കും. ഞാൻ മറ്റേ ബാസ്മതി റൈസാണ് വാങ്ങിയത്. എന്ത് റൈസായാലും റൈസിലിപ്പോൾ 4 കണ്ട് അടിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലേ? ആ, ഉണ്ടല്ലോ. നമുക്കിനി ഒരു 2-3 വട്ടം ചോറ് വെക്കാനുള്ളതും കൂടി ഉണ്ട് ഈ അരി. 2 വട്ടം വെക്കായിരിക്കും. നമ്മൾ ഡ്രോണ് കൊണ്ടുവന്നത് വെറുതെ ആയല്ലോ. ഇപ്പോൾ കുറച്ച് കാറ്റ് കുറവുണ്ട്. നമ്മുടെ ഈ സാധനം ഒന്ന് വിരിച്ചിടാം അല്ലേ. ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുക. മാറിപ്പോവോ? എവിടെ വിരിച്ചിടാ? കാറ്റെടുത്തോണ്ട് പോകുന്ന, കാറ്റ് കൊണ്ടുപോയാൽ താഴെ കൊണ്ടിടും. നമുക്ക് കഴിച്ചാലടാ. അതെ, സംഭവം സെറ്റായിട്ടുണ്ടാവും അല്ലേ. അവിടെ നോക്കി. അവിടെ ഒരു കശുവണ്ടി മരം ഉണ്ട് കണ്ട. ആ മരത്തിലുള്ള കൊമ്പിൽ തന്നെ നീളത്തിൽ കെട്ടാൻ പറ്റും നോക്കണം. പക്ഷെ താഴെ പുല്ല് വൃത്തിയാക്കണം. കെട്ടാൻ പറ്റുമോ? അവിടെ കെട്ടാൻ പറ്റും, പക്ഷെ താഴെ പുല്ലാണ്. നോക്കാം. അയ്യോ, ഓ സെറ്റായില്ലേ. സെറ്റായില്ലേ. എന്താ മണം. എന്താ സെറ്റ് അല്ലേ. സെറ്റായില്ലേ, അടിപൊളി. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശമൊക്കെ സെറ്റായി അല്ലേ.
ഒരു തുള്ളി പോലും പുറത്തു പോരുത്. നല്ല വിശപ്പുണ്ട്. മണ്ണുണ്ടാവും അടിയിൽ. ഓക്കെ, അടിപൊളി അല്ലേ? നല്ല മണം. എന്നാ കഴിക്കില്ലേ? ഇവിടെ തന്നെ വെച്ചിരിക്കുക അല്ലേ? സെറ്റപ്പായിട്ട് വന്നു അല്ലേ? എത്ര വിസിലായി? 4. സെറ്റല്ലേ? അടിപൊളി. ടേസ്റ്റ് ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു വെള്ളം കൂടുമെന്ന്. ഏയ് കറക്റ്റായില്ലേ? ഇപ്പോൾ മഴ പെയ്യും കേട്ടോ. മഴ പെയ്യുമ്പം തന്നെ ഒരു കുളിവാസാക്കണം. ഏണ്ട് കുളിയൊക്കെ പാസ്സാക്കാം. എനിക്ക് എൻ്റെ ഡ്രോൺ നനയാതെ വെക്കണം. അതൊന്നും കൊണ്ടുവന്നില്ലേ? ഷീറ്റില്ല. ഷീറ്റുണ്ട്, വലിച്ചു കെട്ടാനുള്ള സ്ഥലമല്ലല്ലോ. ഇല്ല, പൊത്തി വെച്ചാൽ മതിയല്ലോ. അഡാറമായ വേഗം വന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കുറച്ച് ബിരിയാണി വെക്കണത് അല്ലേ? കുക്കർ ബിരിയാണി. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കുക്കർ ബിരിയാണി. അപ്പോൾ അതും കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. ഞാൻ ആദ്യം വെക്കുമായിരുന്നു, ഞാനും ആശാനും പോകുമ്പോൾ. ഇത് എളുപ്പ പരിപാടിയാണല്ലോ. മഴ തുടങ്ങി. തുള്ളിയിട്ടു. പെട്ടെന്ന് കഴിക്കട്ടാ, മഴ പെയ്യാൻ തുടങ്ങി കേട്ടാ. ഡ്രോണൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അതെ, എന്തായാലും ചോറില്ലേ? കഴിച്ചോ? മതി, നീ കഴിച്ചോ. തുപ്പുണ്ടല്ലേ? ഇതിൽ തുപ്പുണ്ടല്ലേ? ഞാനത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് സേഫ് ആക്കട്ടെ. ഏതായാലും ചോറുണ്ട് കേട്ടോ. മതി, എനിക്ക് മതി. അയ്യോ, എന്നാ ഞാൻ കഴിച്ചോളില്ലയോ? കഴിച്ചോ? നീ കഴിക്കുന്ന വെച്ചിട്ട് ഞാൻ കഴിക്കാൻ. അവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമെങ്കിൽ മാത്രം വെച്ചാൽ മതി. എല്ലാം കഴിച്ചോ? നിങ്ങൾ കഴിച്ചോ? ഇത് മലേനെ വെള്ളേറ്റി കൊണ്ടുവന്നിട്ടേ ഇത് കളയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ കഴിച്ചോ? എന്തായാലും ഫുഡടി കഴിഞ്ഞോ? ഇതെന്തായാലും കുറച്ച് നേരം വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടല്ലേ? ഇതിൻ്റെ അടി കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് സെറ്റായിക്കോളും. വയറ് ഫുള്ളായി. എന്തായാലും വയറ് ഫുള്ളായിട്ടോ, സെറ്റായി. ഉണ്ടോ? ഇപ്പോൾ ആ മഴ അങ്ങ് പോയി, ചെറിയൊരു വെയിലായി. ഇതാണ് ഇവിടുത്തെ പരിപാടി. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിലും വരും.
മഴ വരുന്നതിന് മുമ്പ് എന്തായാലും ഡ്രോൺ ഒന്ന് പറത്തട്ടെ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. The moonlights, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop. നല്ല മഴ. നമ്മൾ കുറച്ച് നേരം ഇവിടെ കണ്ടുകൊണ്ട് ഡ്രോൺ വയ്ക്കും. അതേ ടൈമിൽ നല്ല മഴ പെയ്യും. Two hearts running wild. We're gonna be. നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ സേഫായിട്ടൊന്ന് വെക്കണം. കാറ്റുണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ബാഗ് നനയാതെ സേഫാക്കിയാൽ മതി. നല്ല മഴ വരുന്നുണ്ട്, കാറ്റാണി വരുന്നുണ്ട്, ക്യാമറ വീഴുമെന്നുള്ള പേടി. നല്ലോണം ഇളകുന്നുണ്ട് ക്യാമറ.
നല്ല മഴ വരുന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മഴ തോരുന്നവരെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും നോക്കാമല്ലേ. എന്നിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞ പ്രേതമുള്ള വീട്ടിൽ നമുക്ക് പോയി ക്യാമ്പ് ചെയ്യണമെന്നാണ് മാഹിക്കാരൻ്റെ തീരുമാനം. അപ്പോൾ അത് നടക്കുമോ ഇല്ലേന്നറിയില്ല. മാഹിക്കാരന് നല്ല ധൈര്യമുണ്ട്, എനിക്കും ധൈര്യക്കുറവൊന്നുമില്ല. മാഹിക്കാരൻ ഉണ്ടായതുകൊണ്ട് എനിക്കും ധൈര്യമാണ്. അപ്പോൾ എന്തായാലും അതാണ് ഞങ്ങൾ അടുത്ത പ്ലാന്. എന്തായാലും മഴ തോരട്ടല്ലേ.